ഞങ്ങളുടെ കാറിൽ വന്നിട്ട് ഇടിച്ചു. ഒരു തവണ ഇടിച്ചാൽ അറിയാണ്ട് ഇടിച്ചു എന്ന് വിചാരിക്കാം. അയാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും വന്നിടിച്ചു. വീണ്ടും അയാൾ മൂന്നാമത്തെ തവണ ഇടിച്ചു. പക്ഷേ ഇടിക്കണത് ക്ലോസ് റേഞ്ചിലായ കാരണം മാത്രമല്ല, അതൊരു ചെറിയ വണ്ടിയായ കാരണം മാത്രമല്ല, അയാളുടെ ബമ്പർ വന്നിട്ട് ഞങ്ങളുടെ ടയറിൻ്റെ മുകളിൽ ഇടിക്കുന്ന കാരണം ഞങ്ങളുടെ വണ്ടിക്ക് വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. ഡോക്ടർ എലിസബത്ത്, നിങ്ങൾ എല്ലാവരും കമന്റ് ബോക്സിൽ ചോദിച്ചുകൊണ്ടിരുന്ന ആ ഒരു ചോദ്യം, ഡോക്ടർ എലിസബത്ത് സേഫ് ആണോ എന്നുള്ളത്. ഡോക്ടർ എലിസബത്ത് തന്നെ അതിനുള്ള ഒരു മറുപടിയുമായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനിരിക്കുന്നതിനും 1 മണിക്കൂർ മുമ്പ് ഒരു വീഡിയോ ആയിട്ട് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഡോക്ടർ എലിസബത്ത് പറയുന്നുണ്ട്. അതിലൊന്ന്, ഡോക്ടർ എലിസബത്തിന് വധഭീഷണിയുണ്ട്. ഡോക്ടർ എലിസബത്തിനെ ഇന്ന് ആരോ അപകടപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ അഭിരാമി സുരേഷ്, നമ്മുടെ അമൃതയുടെ സിസ്റ്റർ ആയിട്ടുള്ള അഭിരാമി, ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷമാണെന്ന് തോന്നുന്നു ഡോക്ടർ എലിസബത്തിന് കുറച്ച് തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ട്. ഡോക്ടർ അതിനെപ്പറ്റിയൊക്കെ ഈ ഒരു വീഡിയോയിൽ പരാമർശിക്കുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡോക്ടറിന്റെ വീഡിയോ കണ്ടപ്പം ആദ്യം എനിക്ക് മനസ്സിലായില്ല, എനിക്ക് കണക്ട് ആയില്ല, എന്താണ് ഡോക്ടർ പറയുന്നതെന്ന് ഞാൻ ആദ്യത്തെ കുറച്ച് നേരം ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. അതിനുശേഷം ഞാൻ ജസ്റ്റ് കമന്റ് ബോക്സിൽ ഒന്ന് പോയി നോക്കിയപ്പോഴാണ് ഈ ഒരു കമന്റ് ഞാൻ അവിടെ കണ്ടത്. പാവം അഭിരാമി ഒരു കാഷ്വൽ ടോക്ക് പറഞ്ഞെന്നേ ഉള്ളൂ, അതിൽ ഡോക്ടറിനെ കുത്തി പറഞ്ഞതായിട്ട് തോന്നിയതേ ഇല്ല, നിങ്ങളെ ആരൊക്കെയോ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞുള്ള ഒരു കമന്റ് കണ്ടപ്പോഴാണ് എനിക്കും പ്രോപ്പർലി മനസ്സിലായത്, ഓ ഡോക്ടർ എലിസബത്ത് ഈ പറയുന്നതൊക്കെ നമ്മുടെ അഭിരാമിയുടെ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ആയിരിക്കും എന്നുള്ളത്. അതായത് അഭിരാമിയുടെ വീഡിയോയിൽ അഭിരാമി പറയുന്നുണ്ട്, ഞാൻ അഭിരാമിയുടെ വീഡിയോ ക്ലിപ്പൊന്നും ഇവിടെ കാണിക്കുന്നില്ല, കാരണം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എന്നൊന്നും പറയുന്ന രീതിയിലുള്ള സംഗതി ഒന്നും അഭിരാമിയുടെ ആ ഒരു വീഡിയോയിലില്ല. അഭിരാമി പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല, ഞാൻ പറയുന്നില്ല, കാരണം ലീഗലി ഇഷ്യൂസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട് അതിനകത്ത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ല അതിനകത്ത്. എന്നാൽ ഒരു പോർഷനിൽ അഭിരാമി നമ്മുടെ ഡോക്ടറിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള സംസാരങ്ങൾ ഉണ്ട്. അതോടൊപ്പം തന്നെ ഒരു കാര്യം പറയുന്നുണ്ട്, കുറച്ചായിട്ട് ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ ബന്ധങ്ങളൊന്നും, അതായത് കോൺടാക്ട് ഒന്നും ഇല്ല എന്നുള്ളൊരു കാര്യം. ഇനി അതൊക്കെ കേട്ടത് കൊണ്ടാണോ എലിസബത്തിനെ കൺഫ്യൂസ്ഡ് ആയിട്ട് തെറ്റിദ്ധരിച്ച് ഈ ഒരു വീഡിയോയിൽ കുറെ കാര്യങ്ങൾ സംസാരിച്ചത് എന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് എലിസബത്ത് പറയുന്ന കാര്യങ്ങൾ കേട്ടു തുടങ്ങാം. ഇപ്പോഴും ആൾക്കാർ ചോദിക്കണം, ഞാൻ എന്താ കേസ് കൊടുക്കാത്ത കേസ് കൊടുത്ത ആൾക്കാരുണ്ടല്ലോ, തോക്കായിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടുള്ള കേസുണ്ട്. വീണ്ടും എൻ്റെ ലൈഫിനെ പോയിട്ട് അപ്പോഴൊക്കെ അവർക്ക് ഭയങ്കര മോശമായിട്ടുള്ള റെസ്പോൺസാണ് കിട്ടണത്. അതൊക്കെ നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ട്. ഒന്നിനെയും ഒരു പരിഹാരമായിട്ടില്ല. അങ്ങനത്തെ കേസൊക്കെ അതുപോലെ പോകുന്നുണ്ട്. അങ്ങനത്തെ കേസൊക്കെ ഇപ്പോഴും അങ്ങനെ പൊക്കോണ്ടിരിക്കുന്നുണ്ട് എലിസബത്ത്. പക്ഷേ എലിസബത്തിന്റെ ഭാഗത്തുനിന്ന് എലിസബത്ത് ഇതുവരെ ഒരു കേസ് പോലും കൊടുത്തിട്ടില്ല. എലിസബത്ത് കേസ് കൊടുക്കാത്തതിന് എലിസബത്ത് പറയുന്ന റീസൺ വളരെ വാലിഡ് ആയിട്ടുള്ളതാണ്. കാരണം അതിന്റെ പുറകെ പോയിട്ട് ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല, ആർക്കും ഒരു നീതിയും കിട്ടുന്നില്ല. നിങ്ങൾ പറയുന്നതിനകത്ത് കാര്യമുണ്ട്, ഐ സപ്പോർട്ട് യു ഫോർ ദാറ്റ്. പക്ഷേ എങ്കിൽ പോലും നിങ്ങൾ ഒരു കേസ് കൊടുത്തിടേണ്ടതാണ്. അതാണ് അതിൻ്റെതായിട്ടുള്ള ഒരു നിയമപരമായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തിടണം. അങ്ങനെയാണെങ്കിൽ സൈബർ ബുള്ളിങ്, സൈബർ അറ്റാക്കുകൾ പോലുള്ള പരിപാടികൾ നിങ്ങൾക്ക് വരില്ല. മനസ്സിലായില്ലേ? പക്ഷെ ഇവിടെ ഇപ്പം നിങ്ങൾക്ക് അതല്ല സംഭവിക്കുന്നത്. നിങ്ങൾക്ക് സൈബർ അറ്റാക്കുകൾ കിട്ടുന്നുണ്ട്, അത് നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾ തന്നെ അത് പറയുന്നുമുണ്ട്. അങ്ങനെയുള്ളപ്പോഴത്തേക്ക് നിങ്ങൾ ഒരു കേസ് കൊടുത്തിടണം. മനസ്സിലായില്ലേ? നീതി കിട്ടുമോ ഇല്ലയോ നിങ്ങൾ തന്നെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. നീതിക്ക് വേണ്ടിയല്ല, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ, എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ പോലും ഒരു സാക്ഷിയായിരുന്നു ഞാൻ, പല തെമ്മാടിത്തരങ്ങൾ കണ്ടു, അതിനി ആർക്കും സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നു. അങ്ങനെ ഓക്കെയാണ്, നിങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കേസ് കൊടുത്തിടുക തന്നെയാണ്. അതിന് നിങ്ങൾക്ക് ഇനി വേറെ രീതിയിലുള്ള ന്യായീകരണങ്ങൾ നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ ഒരു കേസ് കൊടുത്തിടുക. ആ കേസിൽ ചിലപ്പം ഒന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ലായിരിക്കും, പക്ഷെ എങ്കിലും ഒരു കേസ് കൊടുത്തിടുക. ഇതെന്റെ ഒരു അപേക്ഷ, അങ്ങനെ തന്നെ എടുത്താൽ മതി. ഞാൻ പേഴ്സണലി നിങ്ങളോട് പറയുന്ന ഒരു അപേക്ഷയായിട്ട് നിങ്ങൾ എടുക്കുക. നിങ്ങൾ അത് ചെയ്യണം, അല്ലാതെ നീതി കിട്ടില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ കേസ് കൊടുക്കാതിരിക്കരുത്. ഇനി എലിസബത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നിങ്ങൾ കേൾക്കുക. ഇന്ന് ഇപ്പോൾ വണ്ടിയിൽ വരണ സമയത്ത് അത് ഇതിനായിട്ട് ബന്ധമുണ്ടോ ബന്ധമില്ലേ എന്നൊന്നും അറിയില്ല, ഞങ്ങളുടെ കാറിൽ വന്നിട്ട് ഇടിച്ചു. ഒരു തവണ ഇടിച്ചാൽ അറിയാണ്ട് ഇടിച്ചു എന്ന് വിചാരിക്കാം. അയാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും വന്നിടിച്ചു. വീണ്ടും അയാൾ മൂന്നാമത്തെ തവണ ഇടിച്ചു. പക്ഷേ ഇടിക്കണത് ക്ലോസ് റേഞ്ചിലായ കാരണം മാത്രമല്ല, അതൊരു ചെറിയ വണ്ടിയായ കാരണം മാത്രമല്ല, അയാളുടെ ബമ്പർ വന്നിട്ട് ഞങ്ങളുടെ ടയറിൻ്റെ മുകളിൽ ഇടിക്കുന്ന കാരണം ഞങ്ങളുടെ വണ്ടിക്ക് വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഒന്നെങ്കിൽ അയാൾ തീരെ ബോധമില്ലാണ്ട് ആണ് ഓടിക്കണേ,
അല്ലെങ്കിൽ അതൊരു ഭീഷണിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതെനിക്കറിയില്ല. ഞാൻ എന്തായാലും അറിയുന്ന ഇൻഫർമേഷൻസ് പറഞ്ഞു എന്നുള്ളൂ. ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. അത് ഭീഷണിയാണോ അതോ ഇത്രയും വണ്ടി ഓടിക്കാൻ അറിയാത്ത ആളാണോ വണ്ടി ഓടിക്കണേന്നൊക്കെ. അല്ലാണ്ട് അങ്ങനെ 3 തവണ അത്രയ്ക്കും സിമ്പിളായിട്ടുള്ളൊരു സ്ഥലത്തിൽ പോയിട്ട് ഇടിക്കേണ്ട കാര്യമില്ല. ആദ്യത്തെ തവണ ഓക്കെ കെയർലെസ്നെസ്സിൽ വന്ന് ഇടിച്ചു എന്നൊക്കെ വിചാരിക്കാം. ചിലപ്പോൾ എലിസബത്തിന്റെ സംശയം ശരിയായിരിക്കാം. മനഃപൂർവ്വം ആരെങ്കിലും പറഞ്ഞിട്ടോ അങ്ങനെ എന്തെങ്കിലും ചെയ്തതായിരിക്കാം ഈ ഒരു പരിപാടി. കാറിൽ കൊണ്ടുപോയി ഇടിപ്പിക്കുന്ന 3 പ്രാവശ്യം. എലിസബത്ത് പറഞ്ഞ പോലെ അറിയാതെ ആണെങ്കിൽ ഒരു തവണ തട്ടിയച്ചങ്ങ് പോകും. ഇത് പിന്നെയും വന്ന് തട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മനഃപൂർവ്വം ചെയ്തതായിരിക്കാം. ഇതുകൊണ്ടൊക്കെയാണ് എലിസബത്ത് നിങ്ങൾ ഒരു കേസ് കൊടുക്കൂ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കേസ് ഫയലായി കിടക്കുമ്പോൾ ഒരാളും ഇതുപോലുള്ള പരിപാടിയും കൊണ്ട് ആരെങ്കിലും പറഞ്ഞിട്ടാണെങ്കിലും ശരി നിങ്ങളുടെ അടുക്കലോട്ട് നിങ്ങളുടെ ഒരു ജീവന് ദോഷം ചെയ്യുന്ന രീതിയിൽ ആരും ഒരു പരിപാടിയും ചെയ്തുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരില്ല. നിങ്ങളുടെ ജീവിതം കൂടെ നിങ്ങൾ നോക്കണ്ടേ. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ജീവൻ ഇച്ചിരി വില നിങ്ങൾ തന്നെ കൊടുക്കണ്ടേ. അതുകൊണ്ട് ആസ് എ ഡോക്ടർ, നിങ്ങളൊരു ഡോക്ടർ അല്ലേ, അപ്പോൾ ബാക്കിയുള്ളവർക്ക് നല്ലത് ചെയ്യേണ്ട ഒരു ഡോക്ടർക്ക് കുറച്ച് ജീവനൊക്കെ വേണമല്ലോ. അല്ലാതെ അത് ഈ ഒരു പ്രശ്നത്തിന് വേണ്ടി സ്വന്തം ജീവൻ തന്നെ ത്യജിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ചാനലിൽ പറഞ്ഞിട്ടിട്ടുണ്ട്. ഇനി നിങ്ങൾ നിങ്ങളുടെ ജീവൻ നോക്കണം. അതിനുവേണ്ടി നിങ്ങൾ ഒരു കേസ് കൊടുത്തേ പറ്റുള്ളൂ. ഞാൻ വീണ്ടും പറയുന്നു, ഇതെന്റെ അഭിപ്രായം. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു അപേക്ഷയായിട്ട് തന്നെ എടുക്കാം. കാരണം ഇത്രയും നിങ്ങൾ അനുഭവിച്ച ഒരാളാണ്. നമുക്ക് എല്ലാവർക്കും അതിന്റെ ഒരു ഇത് നിങ്ങളുടെ അടുക്കലുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ജസ്റ്റ് ഒരു കേസ് കൊടുത്തിടുക. അപ്പൊ പറഞ്ഞ പോലെ തന്നെ തോക്കിന്റെ കേസിലൊന്നും ആയിട്ടില്ല. അതിന് മുമ്പുണ്ടായിരുന്ന ആ ഒരു ഭാര്യയൊക്കെ കേസ് കൊടുത്തിട്ട് ഒന്നും ആയിട്ടില്ല, ഒരു നീതിയില്ല. പക്ഷെ കൊടുത്തിടുക നിങ്ങളുടെ ജീവന് വേണ്ടിയിട്ട്. നമുക്ക് ബാക്കി കേൾക്കാം. പിന്നെ ചില ആൾക്കാരൊക്കെ അത് ചെയ്യുമ്പോഴേക്കും നമുക്ക് എതിരായി തിരിയുകയും അതുപോലെ തന്നെ എൻ്റെ ക്രെഡിബിലിറ്റി അതുപോലെ തന്നെ എൻ്റെ മൊറാലിറ്റി അങ്ങനത്തെ കുറേ താരത്തിനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ള കുറേ വീഡിയോകളൊക്കെ കണ്ടു. പിന്നെ ചില ആൾക്കാർ എൻ്റെ ഈ വീഡിയോയുടെ ഉദ്ദേശം എനിക്ക് നീതി കിട്ടുമെന്ന് ഉറപ്പായിട്ട് ഞാൻ ഇട്ട വീഡിയോകളൊന്നുമല്ല. ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇതിലുള്ള ഉദ്ദേശം ഞാൻ ചത്താലും എനിക്ക് നടന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ കുറേ ഒഫൻസുകൾ ക്രിമിനൽ സാധനങ്ങൾ ഞാൻ എൻ്റെ മുമ്പിൽ വെച്ച് നടന്നതും അതുപോലെ ചെയ്യാൻ പ്ലാൻ ഇട്ടതും അതുപോലെ തന്നെ പല ആൾക്കാരെ ചതിച്ച കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടും കേട്ടിട്ടും ഉള്ള കാര്യങ്ങൾ എല്ലാവരെയും അറിയിക്കണം. എൻ്റെ കരിയറിനെയും എൻ്റെ ഫാമിലീനെയും എൻ്റെ മുന്നോട്ടുള്ള ലൈഫിനെയും ഒക്കെ നാണം കെടുത്തിയിട്ടുള്ള പരിപാടികൾ നടക്കുന്നുണ്ട്. ഇതൊക്കെ വേണമെങ്കിൽ മിണ്ടാണ്ടിരുന്നാൽ ചിലപ്പോൾ ഇത്രയ്ക്കൊക്കെ ഒന്നും നടക്കാണ്ടൊക്കെ പോവും. ഇപ്പോൾ എൻ്റെ ലൈഫിനടക്കം ത്രെട്ടുണ്ട്. എൻ്റെ ലൈഫിന് മാത്രമല്ല എൻ്റെ ഫാമിലിയിലത്തെ ആൾക്കാർക്കടക്കം ലൈഫിന് ത്രെട്ടുണ്ട്. എലിസബത്തിന്റെ ജീവൻ മാത്രമല്ല, എലിസബത്തിന്റെ വീട്ടിലെ ആളുകളുടെ ജീവന് വരെ ഇപ്പോ ആപത്താണ്. നമ്മളെല്ലാവരും അത് നേരത്തെ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. ഈ വ്യക്തിക്കെതിരെ ആരെന്ത് ഇപ്പം കണ്ടല്ലോ, ചില യൂട്യൂബേഴ്സിനെതിരെ സ്ട്രൈക്ക് കൊടുക്കുന്നു. ഇങ്ങനെയുള്ള പരിപാടികൾ വരെ വാ മൂടി കെട്ടിക്കുക, അതിനുള്ള പരിപാടികൾ അവിടെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എലിസബത്ത് നിങ്ങൾ ഒരു കേസ് ഫയൽ ചെയ്തിടണം. ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രം ആണെന്ന് നിങ്ങൾ കരുതണ്ട, എല്ലാവർക്കും വേണ്ടി. നിങ്ങളുടെ കുടുംബത്തിലുള്ള ബാക്കി നിങ്ങൾക്ക് ബ്രദേഴ്സ് ഒക്കെ ഉള്ളതല്ലേ, അവർക്കും കുടുംബങ്ങൾ കാണില്ലേ, അവർക്ക് എല്ലാവർക്കും വേണ്ടി നിങ്ങളൊരു കേസ് ഫയൽ ചെയ്തിടണം. അവര് തന്നെ പറഞ്ഞു അവർക്ക് നമ്മൾ കണ്ടല്ലോ ഇന്ന് രാവിലെ അവർക്കുണ്ടായ ഒരു അപകടം, കൊല്ലാൻ ശ്രമിക്കുന്ന പോലെയാണ് ആ പരിപാടി കാണിച്ചത്. അത് കൂടാതെ അവർ പറയുന്നു ഭീഷണിയുമുണ്ട്. ഏത് തരത്തിലുള്ള ഭീഷണിയാന്ന് അവർ പറയുന്നില്ല. ഫോൺ വിളിച്ചിട്ടുള്ള ഭീഷണികളായിരിക്കാം, അല്ലെങ്കിൽ നേരത്തെ കാണിച്ച കണക്ക് തന്നെ കാർ കൊണ്ടുവന്ന് ഇടിപ്പിക്കുന്ന, ഇങ്ങനെയുള്ള പലതും അവർ ഫേസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു കേസ് കൊടുക്കണം. ഇനി എന്തുകൊണ്ട് കേസ് കൊടുക്കുന്നില്ല അങ്ങനെ ഒരു ചോദ്യം അവരുടെ അടുക്കലേക്ക് ആ ഒരു ചോദ്യം ചോദിച്ചാൽ ആരും ചെല്ലാതിരിക്കുന്നത് നല്ലത്. കാരണം അവർ പറയുന്നുണ്ട്, അവരുടെ സ്ഥാനത്തും നമ്മൾ എല്ലാവരും ഒന്ന് ചിന്തിക്കണം. അവർ പറയുന്നതിനകത്ത് അവരുടെ ഒരു സങ്കടവും കൂടെ ഉണ്ട്. കാരണം അവർ കാണുമ്പോൾ ഇത്രയും കേസുകൾ ഇവിടെ നടന്നിട്ടും കൊടുത്തിട്ടും ഒന്നും ആ വ്യക്തിക്കെതിരെ ഒന്നും ഇവിടുത്തെ നിയമപാലകർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ പിന്നെ അവരുടെ സ്ഥാനത്ത് നോക്കുമ്പോൾ അവർ പറയുന്നത് ശരിയാണ്. എന്നാൽ ഒരെണ്ണം കൊടുത്തിടണം നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. അത് ഞാനൊന്ന് പറയുകയാണ്. ഇനി ബാക്കി എന്നിട്ടും പറയണ എന്താ വെച്ചാൽ ഇനിയും ഇങ്ങനത്തെ ഒരു ഇതിലൂടെ ആൾക്കാർ കടന്നു പോകരുത് എന്ന് വെച്ചിട്ടാണ് പറയണേ. അതുപോലും മനസ്സിലാക്കാണ്ട് വീണ്ടും വീണ്ടും കുറ്റം പറയാ വെച്ചാൽ നിങ്ങൾ കുറ്റം പറയാ. എനിക്ക് ഈ സപ്പോർട്ടിന്റെ കണക്കൊന്നും പറഞ്ഞിട്ട് ഇന്നെ ഇതിയാക്കാൻ നോക്കണ്ട. ഇപ്പോ 10 പേരെ സപ്പോർട്ട് ചെയ്യണേച്ചാൽ 10 പേര് സപ്പോർട്ട്, 5 പേരെ സപ്പോർട്ട് ചെയ്യണേച്ചാൽ 5 പേര് സപ്പോർട്ട്, അല്ലെങ്കിൽ ഞാനും സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ
ഞാൻ ഈ FB ഉള്ള കാലത്തോളം ഞാൻ ഈ FBയിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. ഇന്നെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിടുന്ന കാലത്തോളം എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ പ്രതികരിക്കും. ഇതിൽ 5 ദിവസം വൈകി 4 ദിവസം വൈകി ഇതൊക്കെ ആരെ പറയണേന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് അതിനെക്കാണ്ടും കോമഡി തോന്നണേ. ഇത്ര കാലം ഒന്നും ആരോടും മിണ്ടാണ്ടിരുന്നിട്ട് ഇപ്പോൾ ഇന്ന കുറ്റം പറയാൻ വന്നുകൊണ്ടിരിക്കുന്നു, എന്നിട്ട് കമ്പാരിസൺ നടത്തുന്നു. ഇത് സംഗതി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആരെ പറ്റി ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. ഇന്ന് രാവിലെ അഭിരാമി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അത് കണ്ടതിന് ശേഷമാണ് എലിസബത്തിനെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചു. കാരണം അതിനകത്ത് നമ്മുടെ അഭിരാമി ആണെങ്കിലും ശരി വളരെ മാന്യമായിട്ട് എലിസബത്തിനെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് ചെയ്യുന്നത്. എലിസബത്ത്, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വരുന്ന ആളുകൾ എല്ലാവരും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ കാണും. ചില ആളുകൾ അതല്ലാതെ നിങ്ങളുടെ അല്ലെങ്കിൽ ഞാൻ ഇന്നലത്തേക്ക് വീഡിയോയിൽ പറഞ്ഞ കണക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക, നിങ്ങൾ ഈ പറഞ്ഞ കണക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ വന്ന് വേറെ കുറെ പരിപാടി കാണിക്കുന്ന ചേട്ടന്മാരെ നമ്മളിപ്പോ കാണുന്നുണ്ട്. ചിലപ്പം അവര് കാരണമായിരിക്കും, മനസ്സിലായില്ലേ? അല്ലാതെ ഈ മറ്റേ ഫാമിലി ലൈക്ക് എനിക്കങ്ങനെ പേഴ്സണലി തോന്നിയില്ല. എനിക്ക് അവരുടെ വീഡിയോ കണ്ടപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന കണക്ക് തന്നെയാണ് തോന്നിയത്, അല്ലാതെ ഒന്നും എനിക്ക് തോന്നിയില്ല. ഇതെന്റെ പേഴ്സണൽ അഭിപ്രായമാണ്, എനിക്കങ്ങനെ തോന്നിയില്ല. ബാക്കി ഇതിൻ്റെ ഇടയിൽ നമ്മൾ വക്കീലിനെ കാണാൻ പോകണോ അവിടെ കാണാൻ പോകണോ എത്ര സ്ഥലത്തു നിന്നാണ് നമ്മളതിനെ ചതിക്കണേന്നറിയോ? അത് ഓരോരുത്തരുടെ ആൾക്കാർ. നമുക്കൊരു ജെനുവനായിട്ടുള്ള ഒരാളുടെ സപ്പോർട്ട് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ 4-5 ദിവസം കിടന്ന് കളിച്ചേർന്നത്. അപ്പളിക്കും തുടങ്ങി ജെന്യൂനിറ്റി ഉണ്ടോ, ക്രെഡിബിലിറ്റി ഉണ്ടോ, നമ്മളൊക്കെ ആരാ ഈ യൂട്യൂബ് ചാനലിൽ ഇത് റിയാക്ട് ചെയ്തിട്ട്. അങ്ങനെ ബുദ്ധിമുട്ടും വിഷമവും അതുപോലെ ഡൗട്ടുള്ള ആൾക്കാർ ഇതൊന്നും ചെയ്യരുത്. എലിസബത്ത് സത്യം പറഞ്ഞുണ്ടല്ലോ മെന്റലി ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ടിരിക്കുക. അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. നിങ്ങൾ അവരുടെ സ്ഥാനത്ത് നിന്ന് ആലോചിച്ച് മെന്റലി ഡൗൺ. അതുപോലെ അവർ പറയുന്ന കേട്ടോ, ഈ 3-4 ദിവസമായിട്ട് അവർ പോലും ഇപ്പം വക്കീലിനെ കാണുന്നവരൊക്കെ ഓട്ടമായിരുന്നു. അവിടെയൊക്കെ ചെന്ന് കഴിയുമ്പോഴും ഇവർക്ക് വേറൊരു നെഗറ്റീവ് റെസ്പോൺസ് ആയിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്, മനസ്സിലായില്ലേ? ചിലപ്പം ആ മേളിൽ ഇരിക്കുന്ന ആ ചേട്ടൻ ഇതിന്റെ ഇടയ്ക്കൊക്കെ നല്ല രീതിയിൽ കളിച്ചു വെക്കുന്നുണ്ടായിരിക്കും. അത്രയും ഹോൾഡ് അല്ലേ? അങ്ങനെ പലതും കളിച്ച് ഇവർ എവിടെയൊക്കെ പോയാലും ഇവർക്ക് ഒരു നെഗറ്റീവ് റെസ്പോൺസ് ആയിരിക്കും കിട്ടുന്നത്. അതെല്ലാം ഇവര് മനസ്സുകൊണ്ട് എത്രയാണെന്ന് പറഞ്ഞ് താങ്ങും അവര്. അതെല്ലാം മേടിച്ച് അവർ തിരിച്ച് വീട്ടിൽ വന്നപ്പോഴായിരിക്കും ചിലപ്പോൾ ഇന്ന് രാവിലെ ഇങ്ങനെ ഒരു വീഡിയോയും കൂടെ കണ്ടപ്പോൾ അവർക്കത് സങ്കടമായി കാണും. എനിക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അതല്ലാതെ നിങ്ങൾ കണ്ടവരുണ്ടോ ആ ഒരു വീഡിയോ? അഭിരാമിയുടെ ഒക്കെ വീഡിയോ കണ്ടവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ പോയി കാണുക. കുറെ പേരൊക്കെ റിയാക്ട് ചെയ്ത് ഞാൻ കണ്ടു, പക്ഷെ ഞാനത് റിയാക്ട് ചെയ്തില്ല. കാരണം പ്രത്യേകിച്ച് അതിനകത്ത് ഒന്നുമില്ല. അഭിരാമി തന്നെ അതിനകത്ത് പറയുന്നുണ്ട്, പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്നിട്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ അവിടെ ഇവിടെയായിട്ട് എലിസബത്തിനെ സപ്പോർട്ട് ചെയ്ത്, എലിസബത്ത് നല്ല രീതിയിലാണ് ഇപ്പൊ മുന്നോട്ട് പോകുന്നത്, അവർ കേസായിട്ട് പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ എനിക്കൊരിക്കലും അങ്ങനെ എലിസബത്തിനെ നെഗറ്റീവ് ആക്കുന്ന കണക്ക് അവർ സംസാരിച്ച പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തല്ല. ഇപ്പം എലിസബത്തിന്റെ ഞാൻ പറഞ്ഞല്ലോ മാനസികാവസ്ഥ അവരുടെ വളരെ വളരെ ദയനീയമാണ്. ഇപ്പൊ അവര് ലാസ്റ്റ് പറഞ്ഞ കണക്ക് അവര് ഇപ്പൊ വക്കീലിനെ കണ്ടപ്പോഴത്തേക്കും വക്കീലൊക്കെ കൈ ഒഴിഞ്ഞ് കാണും. അതുപോലെ തന്നെ എലിസബത്തിന് ഇനിയും പ്രോപ്പറായിട്ട് നല്ലൊരു വക്കീലില്ലെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും നല്ല വക്കീലന്മാരുണ്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. നമ്മളെ ആരെങ്കിലും ഒക്കെ കോൺടാക്ട് ചെയ്താൽ മതി, നമ്മളത് എലിസബത്തിനെ അറിയിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എലിസബത്തിനെ അറിയിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് അറിയിക്കുക. എനിക്ക് തോന്നുന്നു അവർക്ക് നല്ലൊരു അഡ്വക്കേറ്റിന്റെ ആവശ്യമുണ്ട്. ഇപ്പൊ ഇവരെ പറഞ്ഞു വെച്ച കണക്ക് തന്നെ അഡ്വക്കേറ്റിന്റെ അടുക്കലൊക്കെ ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കാം, വേണമെങ്കിൽ ചിലപ്പം കാശൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കാം, വേണ്ട കേസ് അറ്റൻഡ് ചെയ്യേണ്ട എന്നുള്ള ഒരു മൂഡിലൊക്കെ. അതെല്ലാം കഴിഞ്ഞ് അവർ തിരിച്ച് രാവിലെ ഇന്നും ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അതിന് പോയിരിക്കുമായിരുന്നു. ഇന്ന് രാവിലെ അവരോട് പുറത്തു പോയിട്ട് തിരിച്ചു വന്നപ്പോൾ കാറും കൊണ്ടുവന്ന് തട്ടുക. ഇങ്ങനെയുള്ള പരിപാടികളാണ് അവരുടെ ലൈഫിൽ ഇപ്പം മുന്നോട്ട് പൊക്കും. ഓരോ ദിവസവും അവരിങ്ങനെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം കംപ്ലീറ്റ്ലി അവർ മെന്റലി ഡൗൺ ആയിരിക്കും. അപ്പം എന്തെങ്കിലും ഒരു ചെറിയ കാര്യം പോലും നമ്മൾ അവരെ എതിർത്തുകൊണ്ട് പറയുമ്പോൾ അവർക്ക് അത് അത്രയ്ക്കും ഹേർട്ട് ആവുന്നതായിരിക്കാം. എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു. വീഡിയോ കാണുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. കൂടാതെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയർഡ്.